والعاقبة للتقوى يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم من أبدا على حبيبك خير الخلق كلهم അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സുഖലോക സ്വർഗ്ഗത്തിലെതിരേറെ സന്തോഷത്തിലും റാഹത്തിലുമായി അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത മുഴുവൻ പാപങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദുമാർ, സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഇതിലേറെ സന്തോഷത്തിലും റാഹത്തിലുമായി അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നല്ലൊരു മാസത്തിലാണ് നാം നിലകൊണ്ടു നിൽക്കുന്നത്, നല്ലൊരു ദിവസത്തിലുമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദഹു, അദ്ദേഹം ഇന്ന് ആറടിമണ്ണാകുന്ന ഖബറിലാണ്. എന്നാൽ അദ്ദേഹം മരിക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹം ഒരു യോഗം കൂടിയിട്ട് പറഞ്ഞു അത്രേ, ഇതുപോലെയുള്ള റബീഉൽ ആഖിർ മാസം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയും ഇന്ന് അൽഹംദുലില്ലാഹ് 10,000 മദ്രസകളിൽ കുഞ്ഞോമന മക്കളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ ഉമ്മക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി, കൂട്ടുകുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ മദ്രസകളിലും സമസ്തയുടെ കീഴിലുള്ള 10,000 വരുന്ന മദ്രസകളിൽ അൽഹംദുലില്ലാഹ് അവർക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. അല്ലാഹുവേ, അതൊക്കെ ഞങ്ങൾ ഇന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അതിന്റെയൊക്കെ മിഥില സവാബ് ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നുപോയി. ഇനി നമ്മളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് റബീഉൽ ആഖിർ മാസമാണ്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ലോകത്തോട് വിട പറഞ്ഞ് മാത്രമല്ല അനവധി പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട നമ്മൾ അടുത്ത് കിടക്കുന്ന അത്തിപ്പറ്റ ഉസ്താദുമാരൊക്കെ മരണപ്പെട്ടു പോയ വഫാത്തായ മാസമാണ്. അല്ലാഹുവേ, അവിടെ മദദ് കൊണ്ട് ഞങ്ങളുടെ ഖൽബുകളെ നീ നന്നാക്കണേ അല്ലാഹ്. അവിടെ മദദ് കൊണ്ട് ഞങ്ങളുടെ ഖൽബുകളെ നന്നാക്കണേ അല്ലാഹ്. ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നിട്ട് ചോദിച്ചു അത്ര, നബിയെ, ഞങ്ങളൊക്കെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട് ഹബീബേ, അതുകൊണ്ട് റഅയ്തു സ്വലാത്തൽ മുസല്ലി അലൈക മിമ്മൻ ഗളബ അൻക യാ റസൂലല്ലാഹ്. നബിയെ, ഞങ്ങൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, ആ സ്വലാത്തുകൾ നാളെ അങ്ങയുടെ മേലിലേക്ക് പ്രദർശിക്കപ്പെടുമോ? ഞങ്ങൾ ഇവിടെ ചൊല്ലുന്ന സ്വലാത്തുകൾ നാളെ പരലോകത്ത് അങ്ങയിലേക്ക് കാണിക്കപ്പെടുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, റഅയ്തു സ്വലാത്തൽ മുസല്ലി അലൈക മിമ്മൻ ഗളബ അൻക യാ ഹബീബല്ലാഹ്. നബിയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ, അങ്ങയെ കാണണമെന്നുള്ള പൂതിയോടുകൂടെ, അങ്ങയെ കാണണമെന്നുള്ള ആഹ്ലാദത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നബിയേ. ആ സ്വലാത്തുകൾ നാളെ അങ്ങയുടെ മുന്നിലേക്ക് കാണിക്കപ്പെടുമോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്. ആ ചോദിച്ച സ്വഹാബിയോട് പറയുന്നു, മോനെ, നീ എന്റെ മേലെ സ്വലാത്ത് ചൊല്ലിയെന്ന് നീ പറഞ്ഞുവല്ലോ, ആ സ്വലാത്ത് എന്റെ മേൽ കാണിക്കപ്പെടുമോ എന്ന് നീ ചോദിച്ചുവല്ലോ മോനെ. അസ്മഅ സ്വലാത്തി അഹ്ലി മുഹബ്ബതി, അസ്മഅ സ്വലാത്തി അഹ്ലി മുഹബ്ബതി. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, മോനെ, എന്റെ മേൽ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ സ്വലാത്ത് ചൊല്ലിയ അത് അല്ലാഹു എന്നിലേക്ക്
കാണിച്ചു തരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ശബ്ദം എന്റെ മേൽ കാണിക്കപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്വലാത്തി അഹ്ലി മഹബ്ബതി, എന്റെ മേൽ മുഹബ്ബത്തോടുകൂടെ, എന്റെ മേൽ അനുരാഗ പ്രണയത്തോടുകൂടെ ഇഷ്ടി വെച്ചുകൊണ്ട്, ഇഷ്ടം വെച്ചുകൊണ്ട് ആരാണോ ചൊല്ലിയെങ്കിൽ അവർ നാളെ എന്റെ മേൽ എന്നെ കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ എന്റെ മുത്തുമുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്വലാത്തുകൾ ചൊല്ലിയവരാണ്, ഹബീബിലേക്ക് അടുക്കണമെന്ന ആശങ്കയുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എത്ര സ്വലാത്ത് ചൊല്ലി എന്ന് ആദ്യമായി ഞാൻ എന്റെ ശരീരത്തിനോടും പിന്നീട് നിങ്ങളോടും ചോദിക്കുകയാണ്. പരിശുദ്ധമായ റബീഉൽ ഒരു മാസം കടന്നു വന്നിട്ട് നമ്മൾ എത്രത്തോളം സ്വലാത്ത് ചൊല്ലിയെന്ന് നമ്മൾ നമ്മുടെ ശരീരത്തിനോട് ചോദിച്ചു നോക്കിയേ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് പഠിപ്പിക്കുന്ന 2 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ ചലഞ്ച് പോലെ വെച്ചിട്ട് ഒരുപാട് സ്വലാത്തുകൾ പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ പരിഗണിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഈ മദ്രസയിലെ കുട്ടികളും ആ മദ്രസയിലെ 2 ക്ലാസ്സിലെ കുട്ടികളും അൽഹംദുലില്ലാഹ് ചൊല്ലി തീർത്ത് അവർക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ മജ്‌ലിസിൽ തന്നെ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കാളിയായി നാട്ടിലെ ഉമ്മമാരുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം 2 ലോകത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ചെറിയ മക്കളാണ്, ചെറിയ മക്കളെന്ന് പറയുമ്പോൾ 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ചെറിയ മക്കളാണ്. അവർക്ക് ഈ നല്ല നല്ല ശീലങ്ങൾ നമ്മുടെ ഈ ചെറു പ്രായത്തിൽ ശീലിപ്പിച്ചു കൊടുത്താലേ അത് വലിയ പ്രായത്തിലേക്ക് കാണുള്ളൂ. അല്ലാഹുവേ, ഞങ്ങൾ പഠിപ്പിക്കുന്ന ഇൽമുകളെ നീ നാഫിയാക്കണേ അല്ലാഹ്, നാഫിയാക്കണേ അല്ലാഹ്. അതുകൊണ്ട് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, മോനെ എന്റെ മേൽ നീ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ സ്വലാത്തുകൾ എന്നിലേക്ക് കാണിക്കപ്പെടുമെന്ന് മാത്രമല്ല, ഒരാൾ ലോകമാന്യത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ ആളുകൾ കണ്ടോട്ടെ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത്, ഒരു തസ്ബീഹ് മാല ഇങ്ങനെ പിടിച്ചുകൊണ്ടോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മനസ്സിലുള്ള നിയ്യത്ത് ആളുകൾ കണ്ടോട്ടെ എന്ന നിലക്കാണെങ്കിൽ പോലും അതിനടക്കം കൂലിയുണ്ടെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. ലോകമാനത്തിന് വേണ്ടി പോലും സ്വലാത്ത് ചൊല്ലിയാൽ അതിനടക്കം കൂലിയുണ്ടെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പക്ഷേ നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെയല്ല, നോമ്പിന്റെ കാര്യം അങ്ങനെയല്ല. അതൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, സ്വഹാബാ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നമ്മുടെ നിയ്യത്തുകൾ കൊണ്ടാണ് നമ്മുടെ അമലുകളും നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഒരു വേള മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരികയാണ്. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, ഈ അബൂബക്കർ ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഹബീബേ, സ്വതക്ക കൊടുക്കൽ കമ്മിയാണ് നബിയേ, ഇബാദത്ത് ചെയ്യൽ കമ്മിയാണ് നബിയേ, ഈ അബൂബക്കറിനെ ഒന്ന് രക്ഷിക്കുമോ അല്ലാഹുവിന്റെ ഹബീബേ. ആ സമയത്താണ് സ്വഹാബത്തിനെ മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിളിക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, എത്ര സ്വഹാബാ, എവിടെ അബൂബക്കർ സിദ്ദീഖ്, എവിടെ ഉമർ ബിൻ ഖത്താബ്, എവിടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, എവിടെ? ഇങ്ങനെ പ്രബലരാകുന്ന സ്വഹാബത്തിനെ മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചിട്ട് അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ ഇന്നാരുണ്ട് ഒരു പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്തവരോ ഭക്ഷണം കൊടുക്കുന്നവരായിട്ട് ആരുണ്ട് ഇന്ന് രാവിലെ ചെയ്തവരെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ, ഇന്നേ ദിവസം ഒരാളെ സഹായിച്ചവർ ആരാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ നിന്ന് റസൂലുള്ളാഹിന്റെ
റസൂലുള്ളാഹിന്റെ തോഴനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിവുകീട്ടി നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഇതേപോലെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനെ കടന്നു വന്നിട്ട് മുസ്തഫായ തങ്ങളോട് പറയുന്നു, നബിയേ, എനിക്കെന്തെങ്കിലും കഴിക്കാൻ തരുമോ, എനിക്കെങ്കിലും ധരിക്കാൻ തരുമോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, സഹാബാ, കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ അബൂബക്കർ സിദ്ദീഖിന്റെ വീടുണ്ട്. അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അബൂബക്കർ എന്തെങ്കിലും തരും സഹാബാ. ഈ മനുഷ്യൻ നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയെന്ന് മാത്രമല്ല, അവിടുന്ന് കതക് മുട്ടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കതക് തുറന്നിട്ട് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു വന്നതേ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞയച്ചിട്ട് വന്നതാണ്. മുസ്തഫായ തങ്ങൾ എന്നെ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ച സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരനാകുന്ന, അവിടുത്തെ തോഴനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്നതാ ഈത്തപ്പഴത്തിന്റെ ഇതളുകൾ ഇങ്ങനെ കൊടുക്കുകയാണ്, ഈത്തപ്പഴത്തിന്റെ ചീളുകൾ ഇങ്ങനെ കൊടുക്കുകയാണ്. അത് മേടിച്ച് കഴിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് പറയുന്നു, റബ്ബേ, എന്നെ അബൂബക്കർ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ കാരണത്താൽ എനിക്ക് ഭക്ഷണം തന്നു. ആ സമയത്ത് ഈ മനുഷ്യൻ വീണ്ടും അവിടുന്ന് ചോദിക്കുന്നു, അബൂബക്കരേ, അബൂബക്കരേ, എനിക്ക് ധരിക്കാൻ ഒരു വസ്ത്രം തരുമോ അബൂബക്കരേ. അബൂബക്കർ സിദ്ദീഖ് ഇത് കേട്ട ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുകയാണ്. ആ മനുഷ്യൻ ചോദിക്കും, എന്തിനാണ് കരയുന്നത്? ഒന്നുമില്ല, ഒന്നുമില്ല. ആ സമയത്ത് വീടിന്റെ കതക് കുറ്റിയിട്ട് അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരിയിട്ട് ജനലിലൂടെ കൊടുക്കുകയാണ്. അവിടെ നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് അന്വേഷിക്കുന്നു. ഏത് സമയത്തും റസൂലുള്ളാഹിയുടെ വലതുഭാഗത്ത് ഇമാമത്തായി നിൽക്കുന്ന, റസൂലുള്ളാഹിയുടെ വലതുഭാഗത്ത് നിസ്കരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. അവിടെ മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ഐന അബൂബക്കർ, എവിടെയാണ് അബൂബക്കർ സിദ്ദീഖ്, എവിടെയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് ആകാംക്ഷയോടെ നിൽക്കുകയാണ്. എവിടെ പോയി എന്റെ അബൂബക്കർ, എവിടെയാണ്, എവിടെ പോയി എന്റെ അബൂബക്കർ? സ്വഹാബത്ത് മുഴുവൻ നോക്കുകയാണ്, അബൂബക്കറിനെ കാണാനില്ല. അസ്ർ നിസ്കാരമായപ്പോഴും അബൂബക്കറിനെ കാണാനില്ല. മടിയിൽ പടുത്തപ്പോ വീണ്ടും റസൂലുള്ളാഹി ചോദിക്കുന്നു, എവിടെയാണ് എന്റെ അബൂബക്കർ, എവിടെയാണ്? ആ സമയത്ത് മഹാനായ സൽമാനുൽ ഫാരിസി എന്ന് പറയുന്ന സ്വഹാബി അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അബൂബക്കർ തങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് അന്വേഷിച്ചിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ ഈ വീട്ടിൽ ഇങ്ങനെ കഥ കടിച്ചുകൊണ്ട് കഴിയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, സൽമാൻ, എന്റെ ഉള്ളിലേക്ക് കടന്നു വരല്ലേ സൽമാനേ. വസ്ത്രമില്ലാതെ നഗ്നനായി കൊണ്ട് കഴിയുന്ന അബൂബക്കർ സിദ്ദീഖ് അവിടുന്ന് പറയുന്നു, സൽമാൻ, അല്ലാഹുവിന്റെ ഹബീബ് ഒരു പാവപ്പെട്ട മനുഷ്യനെ എന്നിലേക്ക് പറഞ്ഞയച്ചു. സൽമാനേ, എന്റെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തപ്പോ അവസാനം ധരിക്കാൻ പോലും എനിക്കൊരു വസ്ത്രമില്ലാതെയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട്
പറയുകയാണ്, മഹാനായ സൽമാനുൽ ഫാരിസി ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ അങ്ങൊരാളെ പറഞ്ഞയച്ചല്ലോ റസൂലേ, അങ്ങൊരാളെ പറഞ്ഞയച്ചല്ലോ നബിയേ, അയാൾക്ക് സ്വതക്ക കൊടുത്തതിന്റെ കാരണത്താൽ അബൂബക്കറിന് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്തല്ലോ ഹബീബേ, അതുകൊണ്ട് യാ റസൂലല്ലാഹ് അബൂബക്കർ നബിയേ തന്റെ ഔറത്ത് മറയ്ക്കാൻ പോലും വസ്ത്രമില്ലാതെ അവിടെ കഴിയുകയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞ സന്ദർഭത്തിലെ എന്റെ മുത്തുമോമിനികളെ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ ആയിഷ ബീബി വിളിക്കുന്നു, ആയിഷ വീട്ടിൽ നല്ലൊരു വസ്ത്രമുണ്ടോ എന്ന് നോക്കണേ ആയിഷ. ആയിഷ ബീബി പറയുന്നു, ഇല്ല നബിയേ, വീട്ടിൽ നല്ലൊരു വസ്ത്രമില്ല ഹബീബേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയോട് പറയുന്നു, ആയിഷ തിരഞ്ഞു നോക്ക് ആയിഷ. ആയിഷ ബീബി തിരഞ്ഞപ്പോ അവസാനം ഒരു കറുത്ത കളറുള്ള ഒരു വസ്ത്രം കിട്ടുകയാണ്. ആ വസ്ത്രം എടുത്തുകൊണ്ട് നേരെ ഉപ്പാന്റെ അരികിലേക്ക് ആയിഷ ബീബി ഓടുകയാണ്. ഇത് ധരിക്കാൻ വേണ്ടി മുസ്തഫായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോ വാനലോകത്തിൽ നിന്ന് 70,000 മാലാഖമാർ കടന്നു വന്നിട്ട് മുസ്തഫായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയേ ക്യാപ്റ്റനാവുന്ന ജിബ്രീലുണ്ട്, മീകാഈലുണ്ട്, ഇസ്രാഫീലുണ്ട്, അസ്റാഈലുണ്ട്, ഇങ്ങനെ തുടങ്ങിയ മാലാഖമാരൊക്കെ ഇങ്ങനെ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ കറുത്ത വസ്ത്രമിട്ട അബൂബക്കറിനെ കാണാൻ വേണ്ടി വരികയാണ്. മാത്രവുമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ അബൂബക്കർ ധരിച്ചിരിക്കുന്ന കറുത്ത വസ്ത്രമുണ്ടല്ലോ, അതേപോലെയുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് 70,000 മാലാഖമാർ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ചോദിച്ചു, ജിബ്രീൽ അല്ലയോ ജിബ്രീലേ, എന്താ ശൈഖ് ഫാദിൽ ജിബ്രീലേ എന്തുകൊണ്ടാണ് ജിബ്രീലേ എന്തുകൊണ്ടാണ് ഈ കറുത്ത വസ്ത്രം ഇട്ടിട്ട് വരാനുള്ള കാരണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച സന്ദർഭത്തിൽ അവിടെ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് അബൂബക്കർ എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തപ്പോ അബൂബക്കർ 50,000 നാണയങ്ങൾ കൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കുഞ്ഞിളം പ്രായത്ത് കടന്നു വരുന്നത്. അത് മുഴുവനും കോടീശ്വരനായ അബൂബക്കർ അതല്ലോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് അവസാനം ഒരു വസ്ത്രം പോലും ഇല്ലാത്തൊരു ഘട്ടം വന്നപ്പോ മലക്കുകളെ മുഴുവനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, നബിയേ ആകാശ ലോകത്തിലുള്ള മുഴുവനും മാലാഖമാരും ഇന്ന് കറുത്ത വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത് നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് അബൂബക്കറിനെ പോലെ ഒരു പ്രവാചക പ്രേമിയെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നബിയേ എന്ന് മലക്കുകൾ പോലും പറഞ്ഞു പോയെങ്കിൽ അതുപോലെ ഒരു പ്രവാചക പ്രേമിയുണ്ട്. ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു സ്വഹാബി റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ആ മനുഷ്യൻ. പക്ഷേ റസൂലുള്ളാഹിനോട് അതിരത്ത പ്രണയമാണ്, ഹബീബിനോടുള്ള അതിരത്ത ഇഷ്കാണ്, മുഹബ്ബത്താണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണ് ആ സ്വഹാബിക്ക്. ഉമ്മ പറയുന്നതല്ലാതെ അദ്ദേഹം കേൾക്കാറില്ല. ഒരു വേള ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ തന്റെ കൂട്ടുകാരെ മുഴുവനും
സംസാരിക്കാനാ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ പൈസ സംസാരിക്കണം നോക്കി ഇറങ്ങിപ്പോയി മേല് ഇവിടെ അങ്ങനെ ഉമ്മാനെ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഉമ്മ തന്റെ ജീവിതത്തിൽ എന്താണോ പറയുന്നതെങ്കിൽ അത് കേട്ട് അത് മനസ്സിലാക്കി തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. ഒരുവേള തന്റെ കൂട്ടുകാരന്മാരെ മദീനയിലേക്ക് പോകണമെന്നുള്ള നിലയ്ക്ക് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചത്രേ, അല്ല ഉവൈസെ, മദീനത്തേക്ക് ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്, അതുകൊണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് രോഗിയായ ഉമ്മാന്റെ അരികിലേക്ക് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ഉമ്മ, മദീന കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്, മദീന കാണണമെന്ന് വല്ലാത്ത പൂതിയാണ്. ഉമ്മ, ഞാനൊന്ന് പോയിക്കോട്ടെ ഉമ്മ എന്ന് ചോദിച്ച സമയത്ത് ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന, ഉമ്മാനെ കുളിപ്പിക്കുന്ന, ഉമ്മാടെ വസ്ത്രം അലക്കി കൊടുക്കുന്ന, ഉമ്മാക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന ആ ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന സ്വഹാബി പറയുന്നു, ഉമ്മ പറയുന്നു, മോനെ, ഉമ്മാടെ മരണശേഷം എന്റെ കുട്ടി മദീനത്തേക്ക് പോയാൽ മതി. ആ സമയത്ത് എന്റെ കൂട്ടുകാരോട് പറയുന്നു, എന്റെ ഉമ്മാക്ക് താല്പര്യമില്ല ഇപ്പോൾ, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളിമെന്ന് തന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് ഉവൈസുൽ ഖർനി ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയാണ്. ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ഉമ്മാന്റെ വഫാത്തിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മദീനത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവിടുന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം പിന്നെ ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് മദീനത്തേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, എവിടെയാണ് ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ടോ? മദീനത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ടോ ജനങ്ങളെ എന്ന്. ആ രാജ്യം ഭരിക്കുന്ന അവിടുത്തെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിക്കുമ്പോ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. വീണ്ടും ചോദിക്കുന്നു, ഖർനി എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഉവൈസ് എന്ന് പറയുന്ന ആൾ ഈ മദീനത്തേക്ക് വന്നിട്ടുണ്ടോ? അപ്പോഴും മിണ്ടുന്നില്ല. അപ്പൊ അതാ കുറച്ച് കഴിഞ്ഞപ്പോ ഉവൈസുൽ ഖർനി നീച്ചു നിന്നിട്ട് പറയുകയാണ്, ഞാനാണ് എന്ന് നിങ്ങൾ ആരോടും പറയരുത്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് സലാം പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്രേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഉവൈസേ, എന്റെ വഫാത്തിന് ശേഷം ഈ മദീനയിലേക്ക് ഖർനി എന്ന രാജ്യത്തിൽ നിന്ന് ഉവൈസ് എന്ന് പറയുന്ന ഒരാൾ വരും. അതുകൊണ്ട് ഉമറേ, അദ്ദേഹത്തിനെ കണ്ടാൽ നീ ദുആ ചെയ്യിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയെങ്കിലേ ഉമർ ഇബ്നുൽ ഖത്താബ് ഉവൈസുൽ ഖർനിയോട് ദുആ ചെയ്യിപ്പിക്കുകയാണ് ആഖിബത്ത് നന്നാവാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹിനോട് ഹുബ്ബ്, ഉമ്മയോടുള്ള ഹുബ്ബ്, ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാവും. ഉമ്മ നമ്മുടെ ജീവിതത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ഇന്ന് ഉമ്മാനെ തല്ലുന്ന മക്കളാണെങ്കിലോ ഉമ്മ പറഞ്ഞത് കേൾക്കില്ല, ഉമ്മയോട് എതിർത്തേ സംസാരിക്കുള്ളൂ, ഉമ്മ പറയുന്നത് ഒന്നും ജീവിതത്തിൽ ചെയ്യില്ല, അവരൊരിക്കലും ഉയർന്നു പോകൂല, അവരൊരിക്കലും വിജയിക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അക്രിമു ഔലാദകും വഹ്സിനു ഹദബഹും. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അവരെ മക്കളെ നിങ്ങൾ ബഹുമാനിക്കുന്നതോടുകൂടെ അവരെ നിങ്ങൾ ആദരിക്കുന്നതോടുകൂടെ വഹ്സിനു അദബഹും, അവർക്ക് അദബ് എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, ദീൻ എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആ ദീനിലൂടെയാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് ഹുബ്ബ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് സ്നേഹം കടന്നു വരുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ.
മക്കളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ജീവിതത്തിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം പോയി നമ്മൾ പറയേണ്ടത് നമ്മുടെ ഉമ്മയോടാണ്. നമ്മുടെ ഉമ്മയോടും നമ്മുടെ ഉപ്പയോടും നമ്മുടെ ഗുരുനാഥന്മാരോടുമാണ്. അല്ലാഹുവേ അവിടെ പൊരുത്തങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇന്ന് ഉമ്മാനെ വില വെക്കാത്ത മക്കളാണ്, ഉമ്മ ഇഷ്ടമില്ലാത്ത മക്കളാണ്. അല്ലാഹുവേ ആ മക്കളെ തൊട്ടൊക്കെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. അങ്ങനെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു മദീനയിൽ കണ്ടു എന്ന് മാത്രമല്ല, ഉമർ ഇബ്നു ഖത്താബ് ദുആരിപ്പിച്ചു എന്ന് മാത്രമല്ല, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. ഉഹദിൽ റസൂലുള്ളാഹിയുടെ പല്ല് അതാ യുദ്ധത്തിന് വന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ല് പൊട്ടി എന്നറിഞ്ഞപ്പോ ഉവൈസ് റളിയല്ലാഹു അൻഹു ഒരു പ്രവാചക പ്രേമി കാണിച്ചത് എന്തെന്നറിയോ? ഉഹദിൻ താവിൻ മുൻപല്ല് പൊട്ടി, ഉഹദിൻ താവിൻ മുൻപല്ല് പൊട്ടി, വാർത്ത കേട്ട് ഉവൈസോരു നെട്ടി, ഉഹദിൻ താവിൻ മുൻപല്ല് പൊട്ടി, വാർത്ത കേട്ട് ഉവൈസോരു നെട്ടി, താഴെ നിന്നും എടുത്തോരു കല്ല്, താഴെ നിന്നും എടുത്തോരു കല്ല്, മുഴുവനായും തകർത്തില്ല പല്ല്, ആലിക്കത്തുന്ന തീയാണ് ഇഷ്ക്, ആലിക്കത്തുന്ന തീയാണ് ഇഷ്ക്, അതിനകത്ത് വല്ലാത്ത തണുപ്പ്. ഉഹദിന്റെ രണാങ്കളത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിപ്പോയെന്നറിഞ്ഞപ്പോ മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു അത് നെട്ടിപ്പോയിട്ട് അവിടുന്ന് താഴെ നിന്ന് ഒരു കല്ലെടുത്തുകൊണ്ട് തന്റെ മുഴുവൻ പല്ലുകളും ഇങ്ങനെ കുത്തിപ്പൊട്ടിക്കുകയാണ്. തന്റെ മുഴുവൻ പല്ലുകളും ഇങ്ങനെ കുത്തിപ്പൊട്ടിച്ചിട്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, പ്രവാചക പ്രേമികളുണ്ടല്ലോ, അതാണ് ആലിക്കത്തുന്ന തീയാണ് ഇഷ്ക്. റസൂലുള്ളാഹിനോടുള്ള പ്രണയം അത് ആലിക്കത്തുന്ന ഒരു തീയാണ്. റസൂലുള്ളാഹിനോടുള്ള പ്രണയം ഏത് പ്രണയമാണെങ്കിലും അത് ആലിക്കത്തുന്ന ഒരു തീയാണല്ലോ. പ്രത്യേകിച്ച് റസൂലുള്ളാഹിയോടുള്ള മുഹബ്ബത്ത് അത് അതിലേറെ ആലിക്കത്തുന്ന ഒരു തീയാണ്. അതിനകത്ത് വല്ലാത്ത തണുപ്പ്. അത് ഇഷ്ടപ്പെട്ടവർക്കും അത് കൈവരിച്ചവർക്കേ അതിന്റെ മഹത്തറിയുള്ളൂ. അതിൽ പെട്ടതാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇവർക്ക് അത് വേണ്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചവരാണ്. അതുപോലെ പ്രണയിച്ച ആളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വളരെ വിശാലമാണ്. ഞാൻ 2-3 ദിവസമായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇങ്ങനെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചില ചരിത്രങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അല്ലാഹു പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. 8ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. വലിയ മഹാനാണ് അദ്ദേഹം, വലിയ പാണ്ഡിത്യമുള്ള വലിയ കഴിവുള്ള ഒരു മഹാനാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുർ റഹ്മാൻ ഇറങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൂടിയ സ്വഹാബത്തിനെ മുഴുവൻ വിളിച്ചിട്ട് ചോദിച്ചു, ലക്ഷക്കണക്കിന് സ്വഹാബത്ത്, 1.25 ലക്ഷം വരുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആർക്കുണ്ട് ധൈര്യം? ആർക്കാണ് ധൈര്യമുള്ളത്? കഅബാലയത്തിലേക്ക് പോയിട്ട് അബൂജഹലിന്റെ മുമ്പിലേക്ക് പോയിട്ട് ആർക്കുണ്ട് ധൈര്യം പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ ഓതാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1.25 ലക്ഷം വരുന്ന സ്വഹാബത്തിന്റെ മുഴുവൻ ചോദിച്ചപ്പോ കുള്ളനായ മുടന്തുള്ള വികലാംഗരാകുന്ന സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു.
ഉടമ്പുള്ള ആളെന്ന് പറയുമ്പോൾ ഇങ്ങനെ നൊണ്ടിയിട്ട് വികലാംഗത നമ്മൾ കണ്ടിട്ടുണ്ടോ? അതുപോലെയുള്ള ഒരു സ്വഹാബി, അത് തന്നെയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പുള്ളൻ എന്നുള്ള ഓമന പേരുള്ള ഒരു സ്വഹാബി കൂടിയാണ്. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയേ ഞാൻ ഓതാ, നബിയേ ഞാൻ പോകാം കഅബാലയത്തിലേക്ക്, അബൂജഹലിന്റെ മുമ്പിൽ ഞാൻ ഓതാ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോനെ നീ അവിടെ ഇരിക്ക് മോനെ, നീ അവിടെ ഇരിക്ക് മോനെ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിച്ചു, ആർക്കാണ് ധൈര്യമുള്ളത്? ആർക്കാണ് ധൈര്യമുള്ളത്? കഅബാലയത്തിലേക്ക് പോയിട്ട് സൂറത്തുർ റഹ്മാൻ ഇറങ്ങിയ സമയമാണ്. ആർക്കാണ് അവിടെ പോയിട്ട് അബൂജഹലിന്റെ മുമ്പ് പോയിട്ട് ഈ സൂറത്ത് ഓതാൻ ധൈര്യമുള്ളത്? സ്വഹാബികൾ ഇങ്ങനെ തലതാഴ്ത്തിരിക്കുമ്പോ ആ കൂട്ടത്തിൽ നിന്ന് വീണ്ടും ഇബ്നു മസ്ഊദ് എഴുന്നേറ്റ് നിന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, നബിയേ ഞാൻ ഓതാ ഹബീബേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോനെ അവിടെ ഇരിക്ക്. വീണ്ടും റസൂലുള്ളാഹി ചോദിക്കുന്നു, വീണ്ടും മൂന്നാമത്തെ ചോദ്യം, ആർക്കുണ്ട് ധൈര്യം കഅബാലയത്തിൽ പോയിട്ട് അബൂജഹലിന്റെ മുമ്പിൽ പോയിട്ട് ഈ സൂറത്ത് ഓതാൻ? ആർക്കാണ് ധൈര്യമുള്ളതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ച സമയത്ത് അവിടുന്ന് വീണ്ടും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ ഞാൻ ഓതാം ഹബീബേ. അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്ത ഇഷ്ടമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, മോനെ എന്റെ പേരിലൊന്ന് സൂറത്തൊന്ന് ഓതി കേൾപ്പിക്കുമോ? പരിശുദ്ധമായ ഖുർആനിന്റെ സൂത്രമെന്ന് ഓതി കേൾപ്പിക്കുമോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പോലും ചോദിച്ചതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട്. ഇന്നി ഉഹിബ്ബു അൻ അസ്മഅ മിൻ ഗൈരിഹി, മോനെ നിന്റെ ഈ ശബ്ദത്തിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പൂതിയുണ്ട് മോനെ. ഇന്നി ഉഹിബ്ബു അൻ അസ്മഉ, പരിശുദ്ധമായ ഖുർആൻ എനിക്ക് നിന്റെ ഈ ശബ്ദത്തിൽ നിന്ന്, നിന്റെ ഈ മധുരമായ ശബ്ദത്തിൽ നിന്ന് എനിക്ക് ഓതാൻ കേൾക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓതി കേൾപ്പിക്കുമോ മോനെ? അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ അങ്ങേക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഏതാണ് നബിയേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സൂറത്തുൻ നിസാ എന്ന് ഓതി കേൾപ്പിക്കുമോ? അതിന്റെ സൂത്രങ്ങൾ ഇങ്ങനെ ഓതി കേൾപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഫബഖാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയെന്ന ചരിത്രങ്ങളിൽ കാണാം. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയേ കഅബാലയത്തിലേക്ക് പോയിട്ട് അബൂജഹലിന്റെ മുമ്പിൽ ഞാൻ ഓതിക്കൊള്ളാം നബിയേ എന്ന് ആർജവത്തോടെ ധൈര്യത്തോടെ പറഞ്ഞൊരു സ്വഹാബിയാണ് ഉള്ളനായ വികലാംഗനാകുന്ന കാലിൽ മടക്കുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ധൈര്യത്തോടെ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇതിനാർക്കാണ് ധൈര്യമുള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്നു മസ്ഊദേ ഞാൻ ഇങ്ങനെ ചോദ്യം വീണ്ടും ആവർത്തിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു, മോനെ എന്നാൽ ഉടൻ തന്നെ കഅബാലയത്തിലേക്ക് പോകണേ. കഅബാലയത്തിലേക്ക് പോയിട്ട് അബൂജഹലിന്റെ മുമ്പിൽ പോയിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഓതുകയാണ് സൂറത്തുർ റഹ്മാൻ. ഇങ്ങനെ ഓതുകയാണ്, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഉൽ ബയാൻ. ആ സൂത്രം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ മുമ്പിലേക്ക് അബൂജഹൽ കടന്നു വന്നിട്ട് അബൂജഹൽ അവിടെ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ കരണക്കുട്ടിയിലേക്ക് ഒരു അടി കൊടുക്കുകയാണ്. അബൂജഹലിന്റെ ആ പരുത്ത കൈകൊണ്ട് ഉള്ളനായ ഇബ്നു മസ്ഊദിന്റെ കരണക്കുട്ടിയിലേക്ക് ഒരു അടി അങ്ങ് കൊടുക്കുകയാണ്. ഇബ്നു മസ്ഊദിന്റെ ചെവിയിലൂടെ രക്തം ഇങ്ങനെ കടന്നു വരികയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് നേരെ ഓടി ചെല്ലുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഓടിപ്പോയിട്ട് മുസ്തഫായ തങ്ങളോട് പറയുന്നു, നബിയേ ഞാൻ സൂറത്തുർ റഹ്മാൻ ഓതിയ സമയത്ത് അബൂജഹൽ എന്റെ കരണക്കുറ്റിയിലേക്ക് എന്റെ ചെവിടക്കുറ്റിയിലേക്ക് ഒരു അടി അടിച്ചു നബിയേ. ഇത് നോക്ക് നബിയേ, എന്റെ ചെവിയിലൂടെ രക്തം ഒഴിച്ചു വരുന്നത് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ആ സമയത്ത് വാനലോകത്തിൽ നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന
പുഞ്ചിരി പുഞ്ചിരിക്കുകയാണ്. അബൂജഹലിനെ അവിടെ നിന്ന് അടിച്ചു എന്ന് കേട്ടപ്പോ റസൂലുള്ള സങ്കടത്തിലാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സങ്കടത്തിലാണ്. ആ സമയത്ത് ജിബ്രീൽ വന്നിട്ട് ഒരു പുഞ്ചിരി ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. റസൂലുള്ളാഹിനെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരി പുഞ്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ ജിബ്രീൽ പറയുന്നു യബ്കിയ ഫഖാന ഇൻദഹു ജിബ്രീൽ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു യബ്കിയ ഫഖാന ഇൻദഹു ജിബ്രീൽ. അല്ല ജിബ്രീലേ, ഞങ്ങളൊക്കെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ കരയുമ്പോ നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ വഹുവ യദ്ഹകു ഫഅസ്ഹറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യദ്ഹകി ഫഖാല തഅരിഫു സിർറു ബഅദഹു യാ റസൂലല്ലാഹ്. അവിടുന്ന് മാലാഖയാകുന്ന ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു വഹുവ നബിയെ ഞാൻ ചിരിക്കുന്നത് ഹബീബിനോട് ചോദിക്കൂ നബിയേ ഞാൻ എന്തിനാണ് ഈ ചിരിക്കുന്നതെന്നറിയോ? ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്നറിയോ? ഫഖാല അപ്പോൾ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ് തഅരിഫു സിർറു ബഅദഹു യാ റസൂലല്ലാഹ്. ഈ ജിബ്രീൽ ഇപ്പോ ചിരിച്ചതിന്റെ രഹസ്യം അത് പിന്നീട് അറിയും നബിയേ. ജിബ്രീൽ ഈ പുഞ്ചിരിയുടെ സിർറ് രഹസ്യം അത് പിന്നീട് അറിയും നബിയേ. ബദർ ഇങ്ങനെ കടന്നു വരികയാണ്. ബദറിന്റെ രണാകുളത്തിൽ സുബ്ഹാനല്ലാഹ് അവിടുന്ന് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ കഴുത്തെടുത്തത്, അബൂജഹലിന്റെ കഴുത്ത് വെട്ടിയിട്ട് ആ കഴുത്തിൽ അതാ ഒരു കയറ് കെട്ടിയിട്ട് നേരെ ഇലാ ഹദറത്തി റസൂലില്ലാഹ് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് കടന്നു വന്ന സ്വഹാബി ആരെന്നറിയോ? കുള്ളനായ വികലാംഗരാകുന്ന കാലിലെ മടമ്പുള്ള ആ സ്വഹാബിയാകുന്ന ഇബ്നു മസ്ഊദ്. അവിടുന്ന് അബൂജഹൽ പരിത്ത മനുഷ്യനാണ്. അബൂജഹലിന്റെ കഴുത്തങ്ങ് വെട്ടിയെടുത്തിട്ട് തന്റെ ശരീരത്തിലേക്ക് കയറി ചവിട്ടിയിട്ട് അവിടുന്ന് കഷ്ണം പോലാക്കിയിട്ട് തലങ്ങ് മാത്രം റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് വീണ്ടും ജിബ്രീൽ പറഞ്ഞിട്ട് പറഞ്ഞു നബിയേ തഅരിഫു സിർറു യാ റസൂലല്ലാഹ്. നബിയേ ഈ ജിബ്രീൽ അന്ന് ഇബ്നു മസ്ഊദിന്റെ കരണക്കുട്ടിയിലേക്ക് അബൂജഹൽ അടിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തിനാണ് ചിരിച്ചതെന്നറിയുമോ? ഈ രംഗം എനിക്ക് അല്ലാഹു മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പാവപ്പെട്ടവനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ പൈസകൾ ഇങ്ങനെ കൊടുക്കുകയാണ്. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ചാരത്തേക്ക് പോയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങളാണല്ലോ ഇബ്നു മസ്ഊദേ, അതുകൊണ്ട് മാസം ഞങ്ങൾ ഈ തരുന്ന ക്യാഷ് നിങ്ങൾ എടുത്തു വെക്കണം. അതുകൊണ്ട് ഈ ക്യാഷ് നിങ്ങൾ എടുത്തു വെക്കണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു എനിക്കതിന്റെ ആവശ്യമില്ല. അവിടുന്ന് ധൈര്യത്തോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു അത്രേ അല്ല മോനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ എന്റെ ഹബീബ് എനിക്കൊരു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്റെ ഹബീബ് എന്റെ ജീവിതത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്റെ ജീവിതത്തിൽ ഒരു സൂറത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു അത്രേ. ചോദിച്ചു അല്ല എന്താണ് ഇബ്നു മസ്ഊദേ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചു തന്നത്? അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു ഞാൻ മാത്രമല്ല എന്റെ മക്കൾക്ക് ഞാൻ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആകാംക്ഷ കൂടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആകാംക്ഷ കൂടി വീണ്ടും ചോദിക്കുന്നു എന്തേ ഹബീബ് പഠിപ്പിച്ചു തന്നത്? അപ്പോൾ വീണ്ടും പറഞ്ഞു അത് ഞാൻ എന്റെ ജീവിതത്തിൽ എന്നും ചൊല്ലാറുണ്ട്. വീണ്ടും ചോദിച്ചു എന്തേ ഹബീബ് പഠിപ്പിച്ചു തന്നത്? മഗ്‌രിബ് സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ആ സൂറത്ത് ഓതാറുള്ളത്. വീണ്ടും ആകാംക്ഷ കൂട്ടിയിട്ട് അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു ഉസ്മാനേ സൂറത്തുൽ വാഖിഅ ഉണ്ടല്ലോ അത് ജീവിതത്തിൽ
പതിവാക്കിയ ആളുകൾക്ക് ഒരിക്കലും ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കില്ല. നബിയേ മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ വാഖിയ ആരാണോ തന്റെ ജീവിതത്തിൽ പതിവാക്കിയതെങ്കിൽ അവർക്ക് ഒരിക്കലും ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കില്ല. നബിയുനാ റസൂലുള്ളാഹി. ഇത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി. അതുപോലെ തന്നെ മാത്രമല്ല, നല്ല രസമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഇത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും തന്റെ വീട്ടിൽ സൂറത്തുൽ വാഖിയ പതിവാക്കിയ റസൂലുള്ളാഹി പറയുകയാണ്, ഒരിക്കലും അവരെ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു ശിക്ഷിക്കൂല. നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ മക്കൾക്ക് ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കണം. നമ്മളെ മക്കളോട് പറയണം, മക്കളെ ഈ സൂറത്തുൽ വാഖിയ ചെറിയൊരു സൂറത്താണ്, പ്രയാസമില്ലാത്ത സൂറത്താണ്. അത് നമ്മുടെ മക്കൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനാദ്യം ആര് തയ്യാറാകണം? നമ്മളാകുന്ന മാതാപിതാക്കൾ തയ്യാറാകണം. നമ്മളത് ഓതി ജീവിതത്തിൽ അതങ്ങനെ കേൾപ്പിച്ചു കൊടുത്താൽ മാത്രമേ, പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമാണ് അവരത് ഓതുകൊള്ളൂ. നമ്മുടെ ഫോൺ എടുത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വേറെ ഏതെങ്കിലും ഹാരിനെ പറയാൻ നിങ്ങൾ ഓതിക്കോളി എന്ന് പറഞ്ഞ് ഒരു കാര്യം ഉണ്ടാവില്ല. അത് ഒരിക്കലും അവർക്ക് ഒരു ഫലവത്താവൂല. അല്ലാഹു നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ മുമ്പിലേക്ക് ഒരുപാട് സ്വഹാബികൾ ഇങ്ങനെ കടന്നു വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിളിക്കാണ്, ക്ഷണിക്കാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബികളെ ക്ഷണിക്കണേ, വരൂ എന്റെ വീട്ടിലേക്ക് വരുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ് ക്ഷണിക്കുന്നത്. ആ സമയത്ത് മടിയായിട്ട് സ്വഹാബികൾ വീടിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. വീട്ടിൽ ചോദിക്കുന്നു, അവിടുത്തെ വേലക്കാരിയാകുന്ന പെണ്ണ് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ പുറത്ത് നിൽക്കുന്നത്? കടന്നു വരൂ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബത്ത് പറയുന്നു, അല്ല അബ്ദുല്ലാഹ്, സുബഹിയുടെ ടൈമിലാണല്ലോ ഞങ്ങൾ കടന്നു വരുന്നത്. ആ സമയത്ത് നിങ്ങളുടെ മക്കൾ ചിലപ്പോ ഉറക്കത്തിലാണെങ്കിലോ, നിങ്ങളുടെ മക്കൾ ചിലപ്പോ കിടന്നുറങ്ങുകയാണെങ്കിലോ, നിങ്ങളുടെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിലോ അത് കാണുന്നത് ഞങ്ങൾക്ക് മോശമല്ലേ? അതുകൊണ്ട് അബ്ദുല്ലാഹ്, ഞങ്ങൾക്ക് വീട്ടിലേക്ക് കയറാൻ മടിയാണെന്ന് അവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് സ്വഹാബത്ത് പറഞ്ഞ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അവിടെ നിന്ന് പറഞ്ഞു, എന്തേ സ്വഹാബ, ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എപ്പോഴാണോ എഴുന്നേൽക്കുന്നതെങ്കിൽ അതേ സമയത്ത് തന്നെ മക്കളെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഞാൻ 4 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ആ സമയത്തിന്റെ മക്കളെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ നിസ്കരിപ്പിക്കും. ആ സമയത്തും അവർ ഖുർആൻ ഓതുന്നവരാണ്, അവർ നിസ്കരിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പ്രയാസം മനസ്സിൽ വിചാരിക്കേണ്ട, വീട്ടിലേക്ക് കയറി ചെല്ലുക. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ അത് മുഴുവനും എന്റെ മക്കൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാപ്പ നിസ്കരിക്കാത്ത വാപ്പയാണ് മക്കളോട് നിസ്കരിക്കാൻ പറയുന്നതെങ്കിൽ മക്കളിൽ അത് ഫലിക്കുകയില്ല. ഉമ്മ നിസ്കരിക്കാത്ത ഉമ്മയാണ് മക്കളോട് പറയുന്നതെങ്കിൽ അത് ഫലിക്കുകയില്ല. നിസ്കരിക്കാത്ത വല്യപ്പയാണ് മക്കളോട് നിസ്കരിക്കാൻ പറയുന്നതെങ്കിൽ മക്കളിൽ അത് ഫലിക്കുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിലേക്ക് ഇത് ഫലിക്കാൻ കാരണം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്തെല്ലാം റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അത് മുഴുവനും തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ മക്കൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നീക്കുന്ന സമയത്ത് നീക്കുന്ന നിസ്കരിക്കുമെന്ന് ചരിത്രങ്ങൾ കാണാം. ഒരുപാട് രസമാണ്. കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞെത്തല്ലേ, വെള്ളം കോരാൻ പോകുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അത് പറയുന്നില്ല. അല്ലാഹു തആല സുബ്ഹാനഹു വ തആല നമ്മളെ പഠിച്ച ഇൽമുകൾ അല്ലാഹു നാഫിയാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.